ഒരുപക്ഷെ നല്ല അക്കാഡമിക് ലെവലുള്ള ആളുകളായിരിക്കാം ഇന്റർവ്യൂവിൽ ഫെയിൽ ആവുന്നത്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ഒരു ലാക്കാണ് ഇവിടെ മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. അത് തന്നെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ മെയിൻ പ്രോബ്ലവും. അത് ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരൊറ്റ കാര്യം മതി ജോലി കിട്ടാൻ. എന്തായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ കിട്ടുന്ന ഒരു 5 to 10 minutes ആണ്. ആ ഒരു സമയത്ത് നമ്മുടെ ബെസ്റ്റ് ഇന്റർവ്യൂവിന്റെ മുമ്പിൽ വെച്ചിട്ട് പെർഫോം ചെയ്യാന്നുള്ളതാണ് ടാസ്ക്. പലപ്പോഴും പലരും അതിൽ ഫെയിൽ ആവുന്നുമുണ്ട്. ഒരുപക്ഷെ നല്ല അക്കാഡമിക് ലെവലുള്ള ആളുകളായിരിക്കാം ഇന്റർവ്യൂവിൽ ഫെയിൽ ആവുന്നത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അറിയുന്ന ആൻസേഴ്സ് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ്. അതായത് ലാക്ക് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ്. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ഒരു ലാക്കാണ് ഇവിടെ മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പ്രസക്തി അത്രത്തോളമാണ് ഈ ഒരു കാലഘട്ടത്തിൽ വരുന്നത്. അത് തന്നെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ മെയിൻ പ്രോബ്ലവും. അത് ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് നിങ്ങളൊരു മെഡിക്കൽ കോഡിംഗ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മെഡിക്കൽ കോഡിംഗ് പഠനത്തോടൊപ്പം നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുക. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകളെയാണ് കമ്പനീസ് പെട്ടെന്ന് പ്രിഫർ ചെയ്യുക. അതുകൊണ്ട് ലാംഗ്വേജ് സ്കില്ല് മസ്റ്റാണ്. സോ നല്ല രീതിയിൽ നിങ്ങളുടെ മെഡിക്കൽ കോഡിംഗ് ട്രെയിനിങ്ങിൻ്റെ കൂടെ തന്നെ ലാംഗ്വേജ് സ്കിൽസും ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം മെഡിക്കൽ കോഡിങ്ങിൻ്റെ ജോബ് ഡ്രൈവ് അറ്റൻഡ് ചെയ്യുക. താങ്ക് യു.